നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ഡിസംബർ മാസം 29 തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ, അറിയിപ്പുകൾ, 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് ഈ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. KSRTC ബസ്സുകളിൽ ജനുവരി മുതൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്വീകരിച്ചു തുടങ്ങുന്നതായിരിക്കും. ട്രാവൽ, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും QR കോഡിലൂടെ ഗൂഗിൾ പേ അടക്കമുള്ള UPI ആപ്പുകൾ വഴിയും ബസ്സിനുള്ളിൽ നിന്ന് തന്നെ ടിക്കറ്റ് തുക നൽകാനുള്ള സംവിധാനമാകും ഏർപ്പെടുത്തുക. ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്വീകരിച്ചു തുടങ്ങുന്നതോടെ ബാക്കി നൽകാൻ ചില്ലറ സൂക്ഷിക്കേണ്ട പതിവ് രീതി കണ്ടക്ടർമാർക്ക് ഒഴിവാക്കാം. യാത്രക്കാർക്കും ചില്ലറ കരുതേണ്ട ഗതികേട് ഒഴിവാകും. ടിക്കറ്റിനുള്ള തുക മാത്രം ഡിജിറ്റൽ മാർഗം അടച്ചു കഴിഞ്ഞാൽ ടിക്കറ്റും ഡിജിറ്റൽ രൂപത്തിൽ തന്നെ ഫോണുകളിൽ ലഭിക്കും. പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ചലോ ആപ്പ് എന്ന സ്വകാര്യ കമ്പനിയുമായിട്ടാണ് KSRTC കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആപ്പിൽ യാത്രക്കാർക്ക് ബസ് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും. നേരത്തെ KSRTCയുടെ ബൈപ്പാസ് റൈഡറിലും അതുപോലെ ഫീഡർ സർവീസുകളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. സിറ്റി സർക്കുലർ ഇലക്ട്രിക് സർവീസുകളിൽ ഉൾപ്പെടെ ട്രാവൽ കാർഡ് സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. ടിക്കറ്റ് എടുക്കൽ അടക്കമുള്ള പണമിടപാടുകൾ ലളിതമാക്കി ആളുകൾക്ക് സുഗമമായിട്ടുള്ള യാത്ര ഒരുക്കുക എന്നതാണ് പുത്തൻ പരിഷ്കാരത്തിലൂടെ KSRTC ലക്ഷ്യമിടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്ത് 157 പേർക്ക് കൂടി COVID-19 ഇപ്പോൾ പുതിയ വകഭേദമായിട്ടുള്ള JN.1 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം. ഏറ്റവും കൂടുതൽ രോഗം കണ്ടെത്തിയവർ കേരളത്തിലാണ്. 9 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ രോഗികളുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പൊതുജനങ്ങൾ എല്ലാവരും തന്നെ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. കഴിവതും മാസ്ക് വെച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യുവാനും പുറത്തോട് നടക്കുവാനും എല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ ഇപ്പോൾ 78 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗുജറാത്താണ് രണ്ടാമത്. 34 പേർക്കാണ് ഗുജറാത്തിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗോവയിൽ 18, കർണാടക 8, മഹാരാഷ്ട്ര 7, രാജസ്ഥാൻ 5, തമിഴ്നാട് 4, തെലങ്കാന 2, ഡൽഹി 1 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക്. നിലവിൽ സ്ഥിരീകരിച്ച 157 കേസുകളിൽ 141 എണ്ണവും ഡിസംബർ മാസത്തിലാണ് സ്ഥിരീകരിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അനധികൃത വായ്പ വാതുവെപ്പ് ആപ്പുകളുടെ പരസ്യങ്ങൾ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സോഷ്യൽ മീഡിയകൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പല പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം ആപ്പുകളുടെ പരസ്യങ്ങൾക്കെതിരെ കേന്ദ്രം ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന വ്യാജ വായ്പ ആപ്പുകളുടെ പരസ്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഓൺലൈൻ പോർട്ടലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ട്രെയിൻ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇനി പറയുന്ന നമ്പറുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രെയിൻ യാത്രയിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ആ സമയം ഏത് നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ള കാര്യം പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന നമ്പറുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ട്രെയിൻ യാത്രയിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ പരാതി നൽകാനായിട്ട് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന വാട്സപ്പ് നമ്പറുകൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. 9497 93 58 59 എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കുവാൻ സാധിക്കും. കൂടാതെ ഫോട്ടോസ്, വീഡിയോ, അതുപോലെ തന്നെ ടെക്സ്റ്റ് എന്നിവ ഉപയോഗിച്ചും പരാതികൾ നൽകാം. മാത്രമല്ല 9846200180 എന്ന നമ്പറിലും 9846200150 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9846200100 എന്നീ കൺട്രോൾ റൂം നമ്പറുകൾക്ക് പുറമെയാണ് ഇപ്പോൾ മുകളിൽ പറഞ്ഞ പുതിയ ഒരു നമ്പർ കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നമ്പറുകളെല്ലാം തന്നെ ട്രെയിൻ യാത്രക്കാർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾ എല്ലാവരും തന്നെ സേവ് ചെയ്ത് വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ്, പ്രാദേശിക ദേശീയ അവധികൾ കാരണം 2024 ജനുവരി മാസം 16 ദിവസം രാജ്യത്ത് ബാങ്കുകൾ പ്രവർത്തിക്കില്ല. കേരളത്തിൽ 10 ദിവസമാണ് ബാങ്ക് അവധി. സംസ്ഥാന അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ച് ജനുവരിയിൽ മൊത്തം 16 അവധികൾ വരുന്നുണ്ട്. ഞായറാഴ്ചകളും 2ാം ശനി, 4ാം ശനി, ന്യൂ ഇയർ ഡേ, അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനം ഉൾപ്പെടെയാണ് അവധി. ഇത് കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രാദേശിക അവധികളുമുണ്ട്. അത് വ്യത്യസ്ത ദിനങ്ങളായിരിക്കുമെന്നും ഓർത്തുവെക്കുക. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ 28 തീയതി ഈ മാസത്തെ ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 40 രൂപയും 1 പവൻ 22 ക്യാരറ്റിന് 320 രൂപയുമാണ് വർദ്ധിച്ചത്.
1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 5890 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 47,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.